പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച. ഗുരുവായൂർ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ശനിയാഴ്ച. ഏകാദശിക്കായി ഗുരുഭവനപുരി ഒരുങ്ങി. ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ മുന്നിൽ. എറണാകുളം സഹോദയ രണ്ടാം സ്ഥാനത്ത്. മത്സരങ്ങൾ അരങ്ങേറുന്നത് 19 വേദികളിൽ. ഗീതാ ഗോപി എംഎൽഎ കളക്ടറേറ്റിൽ നിൽപ്പ് സമരം നടത്തി. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഒളകര ആദിവാസി കോളനിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് സമരക്കാരുമായി കളക്ടർ ചർച്ച നടത്തി. പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കോളനിയിൽ കളക്ടർ സന്ദർശനം നടത്തും. നമസ്കാരം. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച. ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ചുള്ള പഞ്ചരത്ന കീർത്തനാലാപനവും ശനിയാഴ്ച നടക്കും. ഏകാദശിക്കായി ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. തേർത്തലത്തിൽ തളർന്നു വീണ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവോപനിസാരമായ ഭഗവത്ഗീത ഉപദേശിച്ച ഗീതാദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. വിഷ്ണു, ബ്രഹ്മാവ്, സുതവസ്, വാസുദേവൻ, ശ്രീകൃഷ്ണൻ, ഉദ്ധവർ എന്നിവർ യഥാക്രമം കൈമാറി ഉപാസിച്ചു പോന്ന ദിവ്യവിഗ്രഹം ഗുരുവും വായുവും ചേർന്ന് രുദ്രതീർത്ഥക്കരയിൽ പ്രതിഷ്ഠിച്ച ദിനം കൂടിയാണ് ഏകാദശി. പേമാരിയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ച ശ്രീകൃഷ്ണനെ ദേവേന്ദ്രൻ കാമധേനുവായി വന്ന് ഗോവിന്ദ പട്ടാഭിഷേകം നടത്തിയതും ഈ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ്. ഭക്തോന്മത്തനായ ബേൽപത്തൂർ ഭട്ടപാദർക്ക് വർണ്ണിക്കാനായി തന്റെ കേശാദിപാദം ഭഗവാൻ കാണിച്ചുകൊടുത്തു. നാരായണീയം പൂർത്തിയാക്കി ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ സമർപ്പിച്ചതും ഏകാദശി ദിവസമായിരുന്നു. ഇങ്ങനെ പുണ്യമേറിയ ഏകാദശി മഹോത്സവം ഭക്തരിൽ കൃപാമൃതം വർഷിക്കാനായി സംജാതമായിരിക്കുകയാണ്. ഏകാദശി വ്രതശുദ്ധിയോടെ 10,000ങ്ങളാണ് ഈ സുദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തേടി എത്തുക. ചെമ്പൈ സംഗീതവേദിയിലെ പ്രധാന ആകർഷണമായ പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിവസമായി ശനിയാഴ്ച നടക്കും. രാവിലെ 9 മുതൽ 1 മണിക്കൂർ നീളുന്ന കീർത്തനാലാപനത്തിൽ 100ഓളം സംഗീത പ്രതിഭകൾ ഒരുമിച്ച് അണിനിരക്കും. ഘനരാഗങ്ങളായ നാട്ട, ഗൌള, ആരഭി, വരാളി, ശ്രീരാഗങ്ങളിലുള്ള 5 കീർത്തനങ്ങളാണ് ആലപിക്കുക. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങൾ വേദിയിലെ സംഗീതജ്ഞർ ആലപിക്കുമ്പോൾ സദസ്സും പങ്കുചേരും. സംഗീതോത്സവത്തിൽ ഇതുവരെ 2000-ലേറെ പേരാണ് നാദാർച്ചന നടത്തിയത്. ഏകാദശി ദിവസമായ ഞായറാഴ്ച രാത്രി 9:30 ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ ആലപിച്ച് മംഗളം പാടുന്നതോടെ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവതി ദിവസമായ വെള്ളിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിച്ചു. സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിയ ഭഗവാനെ ദർശിക്കാനും വിളക്ക് തെളിയിക്കാനുമായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത നവമി വിളക്കിൽ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നൽകുന്ന നമസ്കാര സദ്യയാണ് പ്രത്യേകത. പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയ പെരുക്കും ഇടിച്ചക്ക തോരനുമടങ്ങുന്ന നമസ്കാര സദ്യ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിച്ചു. നവമി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാമത്തെ പ്രദക്ഷിണത്തിൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. കൊമ്പൻ വലിയ വിഷ്ണു ശിരസ് നമിച്ച് സ്വർണ്ണക്കോലം ഏറ്റുവാങ്ങിയതോടെ ക്ഷേത്രത്തിനകത്തെ 10,000-ഓളം വരുന്ന ദീപങ്ങൾ നറുനെയിൽ പ്രകാശപൂരിതമായി. എഴുന്നള്ളിപ്പ് 4 പ്രദക്ഷിണം പൂർത്തിയാക്കി 5ാമതിലേക്ക് കടന്നതോടെ ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. വിളക്കെഴുന്നള്ളിപ്പ് കഴിയുന്നതുവരെ ഗുരുവായൂരപ്പന്റെ ശ്രീലകവാതിൽ തുറന്നിരുന്നതും നവമി വിളക്കിന്റെ വിശേഷതയായിരുന്നു. ദീപങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു വിളക്ക് തെളിയിച്ചത്. മുൻകാലങ്ങളിൽ ഏകാദശിയോടനുബന്ധിച്ച് നടന്നിരുന്ന ഏക നെയ്വിളക്കാണ് നവമി വിളക്ക്. വിളക്കാഘോഷത്തിന്റെ 29ാം ദിവസമായ ശനിയാഴ്ച ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായുള്ള ദശമി വിളക്കാഘോഷമാണ്. രാവിലെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെയുള്ള ശീവേലിയും ഉച്ചതിരിഞ്ഞും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരം, കേളിക്കൈ, മദ്ദളക്കേളി എന്നിവയും രാത്രി പഞ്ചവാദ്യം, ഇടക്കവാദ്യം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏകാദശി ദിവസമായ ഞായറാഴ്ച ദേവസ്വം വകയാണ് വിളക്കാഘോഷം. ഉദയാസ്തമന പൂജയോടെയുള്ള ഈ വിളക്കാഘോഷത്തോടെ 30 ദിവസമായി നടന്നുവരുന്ന ഏകാദശി ചുറ്റുവിളക്കിന് സമാപനമാകും. ടിസിവി ഗുരുവായൂർ. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം ശനിയാഴ്ച നടക്കും. ഗുരുവായൂർ കേശവന്റെ ഐതിഹാസിക സ്മരണയ്ക്ക് മുന്നിൽ ആരാധകരും ആനത്താവളത്തിലെ പിന്മുറക്കാരും പ്രണാമമർപ്പിക്കും. 3.5 പതിറ്റാണ്ട് മുൻപ് ഏകാദശി പുലർവേളയിൽ മോക്ഷപദം നേടിയ ഗുരുവായൂർ കേശവന്റെ 39ാം അനുസ്മരണ ചടങ്ങാണ് ശനിയാഴ്ച നടക്കുക. 1976 ഡിസംബർ 2 ഏകാദശി നാളിൽ പുലർച്ചെയാണ്
ഗുരുവായൂർ കേശവൻ മോക്ഷപ്രാപ്തി നേടിയത്. നവമി വിളക്കിന് സ്വർണ്ണക്കോലമേറ്റി നിന്നിരുന്ന കേശവന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോലം ഇറക്കി പറ്റാനയായി നിന്നിരുന്ന കുട്ടിക്കൃഷ്ണനിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന കേശവൻ പുലർച്ചെ ചരിഞ്ഞു. കേശവൻ ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിലും ആരാധകരുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കേശവന്റെ സ്മരണയ്ക്കായി ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ സ്ഥാപിച്ചിട്ടുള്ള കേശവ പ്രതിമ ഇതിനുദാഹരണമാണ്. ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ ഗുരുവായൂരിൽ എത്തുന്നവർ മണിക്കൂറുകളോളം നോക്കി നിൽക്കുന്ന കാഴ്ച പതിവാണ്. ദേവസ്വം ആനത്തറവാട്ടിലെ ഗജഗണങ്ങൾ പ്രതിമയ്ക്ക് മുന്നിലെത്തി വരിയായി നിന്ന് തുമ്പി ഉയർത്തി നമസ്കരിച്ചാണ് കേശവനെ സ്മരിക്കുക. ഈ അപൂർവ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വിദേശികളടക്കം ആയിരങ്ങളാണ് എത്താറുള്ളത്. രാവിലെ 9 തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ആനയൂട്ടിന് ശേഷം 25ഓളം ആനകൾ വരിയായി ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ചെത്തി തെക്കേനടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് അങ്കണത്തിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. തുടർന്ന് ആനത്തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തും. ഗുരുവായൂരപ്പന്റെയും കേശവന്റെയും ഛായാചിത്രം വഹിച്ച് ഘോഷയാത്രയായാണ് ആനകൾ എത്തുക. അരനൂറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ ഇഷ്ടസേവകനായി തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ച ഗുരുവായൂർ കേശവന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഗജഗണങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന വികാരനിർഭരമായ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രനഗരി ഒരുങ്ങിക്കഴിഞ്ഞു. TCV ഗുരുവായൂർ. ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടുപാലം നെല്ലിക്കക്കുഴിയിൽ ബാബുവിന്റെ ഭാര്യ 44 വയസ്സുള്ള മോളിയാണ് മരിച്ചത്. ശരീരമാസകലം ക്ഷതമേറ്റ പാടുകൾ ഉള്ള നിലയിലാണ് മൃതദേഹം. ടാപ്പിംഗ് തൊഴിലാളിയായ ബാബു സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും മോളിയുമായി വഴക്കിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാത്രി മദ്യപിച്ചെത്തിയ ബാബു മോളിയെ മർദ്ദിച്ചപ്പോൾ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി മോളിയെ ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ചികിത്സയ്ക്ക് തയ്യാറാകാതെ വ്യാഴാഴ്ച രാത്രി തന്നെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോന്ന മോളിയെ വെള്ളിയാഴ്ച രാവിലെ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത മുരുങ്ങൂരിൽ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. പോട്ട തയ്യിൽ 44 വയസ്സുള്ള ശിവഷാജനാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായ ശിവഷാജൻ കൊരട്ടിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. പിന്നിൽ നിന്ന് വന്ന വാൻ നിയന്ത്രണം തെറ്റി ബൈക്കിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടവേള. തൃശൂരിൽ നടക്കുന്ന CBSE സംസ്ഥാന കലോത്സവത്തിൽ 595 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ സഹോദയ മുന്നേറുന്നു. 581 പോയിന്റുള്ള എറണാകുളം സഹോദയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 482 പോയിന്റ് നേടി മലബാർ സഹോദയ മൂന്നാം സ്ഥാനത്തുണ്ട്. സ്കൂൾ വിഭാഗത്തിൽ 167 പോയിന്റുമായി കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് CMI സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. വിവിധ കാറ്റഗറികളിലായി സംഘനൃത്തം, നാടോടി നൃത്തം, മോഹിനിയാട്ടം, ഭരതനാട്യം, മാർഗം കളി, ഏകാംഗ നാടകം, തിരുവാതിരക്കളി തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു വെള്ളിയാഴ്ചത്തെ മത്സരങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 24 സഹോദയകളുടെ കീഴിലുള്ള സ്കൂളുകളിലെ 7000-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പാട്ടുരാക്കിൽ ദേവമാതാ സ്കൂൾ, പാറമേക്കാവ് വിദ്യാമന്ദിർ, ടൌൺഹാൾ, നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി ഒരുക്കിയിട്ടുള്ള 19 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാഗോപി MLA കളക്ടറേറ്റിൽ നിൽപ്പു സമരം നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങിയതിനെ തുടർന്ന് നിയമിച്ച 3 ഡോക്ടർമാരിൽ 2 പേർ സ്ഥലം മാറിയ ശേഷം പുതിയ ഡോക്ടർമാരെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറുടെ വാഹനത്തിന് മുന്നിൽ MLA നിൽപ്പ് സമരം നടത്തിയത്. കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് 20 ബെഡ് കിടത്തി ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവകുമാർ മിനിസ്റ്റർ ഉദ്ഘാടനം നടത്തിയ ഹോസ്പിറ്റലാണത്. അത്രയും നല്ല അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും പ്രിക്യൂഷൻസും ടാബ്ലറ്റ് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ ഹോസ്പിറ്റല് ഇപ്പോഴത്തെ അവസ്ഥ ഡെയിലി 300 ടോക്കനുകളും കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടർ വെച്ച് നടത്തുന്ന ഈ സംവിധാനം ഒരിക്കലും ആ കടപ്പുറം മേഖലയിലെ തൊഴിലാളികൾക്കോ കുടുംബങ്ങൾക്കോ സാധ്യമല്ല. അവർ മണിക്കൂറോളം വന്ന് കെട്ടിക്കിടക്കാൻ ആശുപത്രി. നിൽപ്പ് സമരത്തെ തുടർന്ന് കളക്ടർ A. കൌശികൻ MLAയുമായി ചർച്ച നടത്തി. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒഴിവാക്കാൻ ചർച്ചയിൽ കളക്ടർ അടിയന്തര നടപടിയെടുത്തു. ഇതനുസരിച്ച് വാടാനപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ഡോക്ടർ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായി നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ നടത്തും. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ ഒഴിവ് ഉടനെ നികത്താൻ DMOക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച നിൽപ്പ് സമരം 3 MLA അവസാനിപ്പിച്ചു. ഒളകര ആദിവാസി കോളനിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് സമരക്കാരുമായി ജില്ലാ കളക്ടർ A. കൌശികൻ ചർച്ച നടത്തി. കോളനി സമരസമിതി നേതാക്കളുമായി കളക്ടറേറ്റിലാണ് ചർച്ച നടന്നത്. പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് ഒളകര ആദിവാസി കോളനി കളക്ടർ സന്ദർശിക്കും.
ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി യോഗം ഉടൻ വിളിക്കാനും തീരുമാനമായി. കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് സമരസമിതി നേതാവ് കുട്ടപ്പൻ പറഞ്ഞു. ഈ ആദിവാസി FRC വനാവകാശ നിയമപ്രകാരമുള്ള ഈ റൈറ്റ് DLC കമ്മിറ്റി വരെ എത്തിയിട്ടുള്ളതാണ്. സംസ്ഥാന മോണിറ്ററിംഗ് കമ്മിറ്റി വരെ പോയിട്ടുള്ളതാണ്. അത് വീണ്ടും റിട്ടേൺ എടുത്തുകൊണ്ട് സർവേ ചെയ്ത് ഇതിനെ പരിശോധിച്ച് ഈ ആളുകൾക്ക് ഭൂമി കിട്ടാവുന്ന എല്ലാ സംവിധാനം ചെയ്യാം. മൊത്തത്തിൽ ഒരു 100% ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വളരെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടേണ്ട എല്ലാ നടപടികളും ചെയ്യാം. യാതൊരു പ്രശ്നവുമില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നേരിട്ട് ഞാൻ സന്ദർശിച്ചുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ FRC ഇൻഡിവിജ്വൽ റൈറ്റ് പാസ്സാക്കാമെന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ഒത്തുചേർന്ന ആ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് അനുകൂലമായ നിലപാട് തന്നെയാണ്. കൊടുക്കാനുള്ള തീരുമാനം ആദിവാസി കോളനിയിലെ 44 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബർ 29-ന് ഒളകര ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആദിവാസികൾ ബന്ദികളാക്കിയിരുന്നു. ചാലക്കുടി നഗരസഭയിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനാണ് പുതിയ ഭരണസമിതി പ്രഥമ പരിഗണന നൽകുകയെന്ന് ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അറിയിച്ചു. 2005 കാലഘട്ടത്തിലെ LDF ഭരണസമിതി പൂർത്തീകരിച്ചതും എന്നാൽ കഴിഞ്ഞ ഭരണസമിതി അവഗണിച്ചിട്ടതുമായ വനിതാ ഹോസ്റ്റൽ പ്രവർത്തിപ്പിക്കുകയാകും ആദ്യം ചെയ്യുക. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തിപ്പിക്കാത്ത നോർത്ത് ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പകുതി പോലും നിർമ്മാണം പൂർത്തിയാക്കാത്ത ടൌൺ ഹാളിനായിരിക്കും അടുത്ത പരിഗണന നൽകുക. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും മറ്റും പരിശോധിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ വിൻസെന്റ് പാണാട്ടുപറമ്പിൽ, PM ശ്രീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി പഴുന്നാനയിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 15 വയസ്സുള്ള ഇരട്ട സഹോദരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളാണ് അറസ്റ്റിലായത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയുടെ അയൽവാസികളാണ് ഇരുവരും. കുന്നംകുളം മേഖലയിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയം സമ്മാനിച്ച പൊതുജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാകും ഇനിയുള്ള ഭരണകാലമെന്ന് CPM നേതാക്കളും മേഖലയിലെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ ഭരണാധികാരികളും പറഞ്ഞു. മാധ്യമങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കുന്നംകുളത്ത് പ്രാവർത്തികമാക്കും. വികസന രൂപരേഖ തയ്യാറാക്കി പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ് കേരളത്തിലെ മികച്ച നഗരസഭകളുടെ പട്ടികയിൽ കുന്നംകുളത്തെ ഉൾപ്പെടുത്തുമെന്നും ഭരണാധികാരികൾ വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ മേഖലയിലെ മുഴുവൻ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും പരിപാടിയിൽ പങ്കെടുത്തു. PK ബിജു MP, ബാബു M പാലുശ്ശേരി MLA, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി TK വാസു, മാധ്യമപ്രവർത്തകൻ CF ബെന്നി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S നായർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സച്ചിദാനന്ദൻ, കായിക അധ്യാപകരായ മുഹമ്മദ് ഹനീഫ, ഷാരാസി സേനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സഹകരണ വാരാഘോഷത്തിന് ഗുരുവായൂരിൽ സമാപനമായി. വാരാഘോഷത്തിന്റെ ഭാഗമായി ടൌൺഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ യൂണിയൻ ചെയർമാൻ KA വിശ്വംഭരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി താലൂക്കിൽ മികച്ച കാർഷിക വായ്പ നൽകിയ സംഘത്തിനുള്ള അവാർഡ് വിതരണം ചെയ്തു. ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CI സെബാസ്റ്റ്യൻ, ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ, P ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയിരുന്ന അന്ധനായ വയോധികനെ വഴിയിൽ ഉപേക്ഷിച്ച പോലീസ് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വൃദ്ധനെ പിന്നീട് ആശുപത്രിയിലെത്തിച്ചു. പാത്രമംഗലം തോന്നല്ലൂർ കൈപ്പുള്ളി ശിവശങ്കരനെയാണ് കടയുടമ മത്തായിപ്പടി ചുള്ളിയിൽ വീരാൻകുട്ടിയുടെ പരാതിയിന്മേൽ എരുമപ്പെട്ടി പോലീസ് എടുത്തുകൊണ്ടുപോയത്. വർഷങ്ങളായി കടത്തിണ്ണയിൽ കഴിയുന്ന ശിവശങ്കരന് പേരിന് ഒരു സഹോദരനുണ്ടെന്നതൊഴിച്ചാൽ ഈ വയോധികൻ തീർത്തും അനാഥനാണ്. കടയുടമയുടെ പരാതി പ്രകാരം എരുമപ്പെട്ടി SI ഇൻചാർജ് കമലാസനന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന ശിവശങ്കരനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി പാത്രമംഗലം പാലത്തിനടുത്തുള്ള കള്ളുഷാപ്പിനടുത്ത് ഉപേക്ഷിച്ചത്. കാലിൽ നീര് വന്ന് നടക്കാൻ കഴിയാത്ത ശിവശങ്കരൻ മണിക്കൂറുകളോളം വഴിയരികിലാണ് കിടന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നിരവധി തവണ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയുന്നു. വിവരമറിഞ്ഞ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാറും വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദും സംഭവസ്ഥലത്തെത്തി. നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇടപെട്ട് പോലീസിൽ വിവരമറിയിച്ചു.
തുടർന്ന് എരുമപ്പെട്ടി പോലീസ് തന്നെ സ്ഥലത്തെത്തി പനിച്ചു വിറച്ചു കിടക്കുന്ന ശിവശങ്കരനെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒല്ലൂക്കര BRCയുടെ ആഭിമുഖ്യത്തിൽ കോലഴി സെഡം LP സ്കൂളിൽ അന്താരാഷ്ട്ര ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് അംഗം KJ ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ CR ബിന്ദു അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപകൻ AS രവീന്ദ്രൻ, V ബിജു, രാധാമ്മ, VJ ഓമന എന്നിവർ സംസാരിച്ചു. ശിശുദിന റാലി, ചിത്രരചനാ മത്സരം, അമ്മ വായന, കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായി. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ തൊയക്കാവ് തണ്ടഴിപ്പാടത്ത് സഹായിക്കാൻ ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന അനുശ്രീക്കും അമ്മ ശുഭയ്ക്കും പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അയോസ കാരുണ്യഭവനം ഒരുക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അനുശ്രീയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് TCV അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അയോസ അംഗങ്ങൾ നെഞ്ചേറ്റിയത്. പാടൂർ കാളപ്പുറത്ത് കുമാരന്റെയും ശുഭയുടെയും മകളാണ് അനുശ്രീ. ശുഭയ്ക്ക് മാനസിക അസ്വസ്ഥത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ കുമാരൻ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഇതോടെ ശുഭയുടെയും അനുശ്രീയുടെയും ജീവിതം പ്രതിസന്ധിയിലായി. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം പണികൾ ഇടയ്ക്കുവെച്ച് മുടങ്ങി. അന്ന് ധനസഹായമായി ലഭിച്ച തുക 6% പലിശയടക്കം തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഷീറ്റ് മേഞ്ഞ കൂരയും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന അവസ്ഥയിലാണ് അയൽപ്പക്കത്തെ വീടിന്റെ വരാന്തയിലെ വെളിച്ചത്തിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ അനുശ്രീയുടെ കഥ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇതോടെ അനുശ്രീയുടെ പഠനച്ചെലവും സുരക്ഷിതത്വമുള്ള വീടെന്ന സ്വപ്നവും അയോസ ഏറ്റെടുക്കുകയായിരുന്നു. 6 ലക്ഷം രൂപ ചെലവിൽ 500 ചതുരശ്ര അടി വിസ്തൃതിയിൽ എല്ലാ സൌകര്യങ്ങളോടും കൂടിയ വീടിന്റെ നിർമ്മാണം അയോസ പൂർത്തിയാക്കി. അഭയം എന്ന് പേരിട്ടിരിക്കുന്ന കാരുണ്യഭവനത്തിന്റെ താക്കോൽദാനം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം റീമ കല്ലിങ്കൽ നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് അയോസയുടെ 3ാം വാർഷികവും സുഹൃത്ത് സംഗമവും ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യത്തിന്റെ മഹത് മാതൃക തീർത്ത അയോസ സോഷ്യൽ മീഡിയ വഴിയാണ് കാരുണ്യഭവനത്തിന് ആവശ്യമായ പണവും സാധന സാമഗ്രികളും കണ്ടെത്തിയത്. അനുശ്രീയുടെ വീടിന് സമീപം തണ്ടഴിപ്പാടത്ത് ചേരുന്ന സുഹൃത്ത് സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിരവധി പ്രമുഖരും പങ്കെടുക്കും. TCV പാവറട്ടി. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ് നിർവഹിച്ചു. കലോത്സവത്തിന്റെ ലോഗോ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീത ഗണേഷ് പ്രകാശനം ചെയ്തു. തൃശൂർ വെസ്റ്റ് AEO അജിതകുമാരി ഏറ്റുവാങ്ങി. സ്കൂൾ PTA പ്രസിഡന്റ് VN സുർജിത് അധ്യക്ഷത വഹിച്ചു. പബ്ലിസിറ്റി ചെയർമാൻ TI ചാക്കോ, സംഘാടക സമിതി ജനറൽ കൺവീനർ NR ലത, പബ്ലിസിറ്റി കൺവീനർ ബൈജു ജോർജ്, പ്രധാനാധ്യാപിക റോസ് ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 1 മുതൽ 4 വരെയാണ് കലോത്സവം നടക്കുന്നത്. ഇനി CBSE കലോത്സവ വാർത്തകളിലേക്ക്. CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങുണർന്നു. നൃത്ത ഇനങ്ങളുമായാണ് കലോത്സവ വേദികൾ ഉണർന്നത്. 22 വേദികളിലായാണ് CBSE സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത്. തൃശൂർ ദേവമാതാ സ്കൂൾ, പാറമേക്കാവ് വിദ്യാമന്ദിർ, ടൌൺഹാൾ, നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. നാടക മത്സരങ്ങളാണ് ടൌൺഹാളിൽ നടക്കുന്നത്. ദേവമാതാ സ്കൂളിലെ പ്രധാന വേദിയായ പുഷ്പാഞ്ജലിയിലാണ് ഏറ്റവും ആകർഷക ഇനമായ സംഘനൃത്തം അരങ്ങേറിയത്. ചടുല നടനവും സംഘനൃത്ത ചുവടുകളുടെ ദ്രുത ചലനങ്ങളും വർണ്ണമനോഹരമായ വേഷഭൂഷാദികളുമായാണ് സംഘനൃത്തം പെയ്തിറങ്ങിയത്. 2-4 വേദികളിൽ നാടോടി നൃത്തം, 3ാം വേദിയായ ഭാവലയയിൽ ഭരതനാട്യം, 5ാം വേദിയായ ആനന്ദത്തിൽ മാർഗംകളി എന്നിവ അരങ്ങിലെത്തി. 15ാം വേദിയായ തപസ്യയിലാണ് മോഹിനിയാട്ടം അരങ്ങേറിയത്. കുച്ചിപ്പുടി 16ാം വേദിയായ താളത്തിലും ഭരതനാട്യം 18ാം വേദിയായ സൌഗന്ധികത്തിലും അരങ്ങേറി. നൃത്ത ഇനങ്ങൾ തന്നെയാണ് കലാമേളയുടെ 2ാം ദിനത്തെ മുഖരിതമാക്കിയത്. നൃത്ത ഇനങ്ങൾ കൂടാതെ സംഗീത മത്സരങ്ങളും ഉപകരണ സംഗീതവും വിവിധ വേദികളിലായി നടന്നു. ധ്വനി എന്നുപേരുള്ള 11ാം വേദിയിലാണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറിയത്. TCV ന്യൂസ്, തൃശൂർ. ചടുല നൃത്ത ചുവടുകളാലും വർണ്ണമനോഹരമായ ആടയലങ്കാരങ്ങളാലും സംഘനൃത്തവേദികളിൽ നർത്തകർ നിറഞ്ഞാടി. കലയുടെ സപ്തവർണ്ണങ്ങൾ കൊണ്ട് കാണികളെ വിരുന്നൂട്ടിയാണ് നടനചാരുതയുടെ സമ്മോഹന കാഴ്ചകൾ വേദികളിൽ നിറഞ്ഞുപെയ്തത്.
പൂക്കളും പൂത്തുമ്പികളും മാരിവില്ലും കരകാട്ടവും കാവടിയും താണ്ഡവവുമെല്ലാം പ്രധാന വേദിയായ പുഷ്പാഞ്ജലിയിൽ പൂത്തുലഞ്ഞ കാഴ്ചകൾക്കാണ് ദേവമാത സ്കൂൾ അങ്കണം സാക്ഷ്യം വഹിച്ചത്. ചിലങ്ക കെട്ടിയാടി തിമിർത്ത കലാകൗമാരങ്ങളുടെ കാവ് തീണ്ടലായിരുന്നു അക്ഷരാർത്ഥത്തിൽ സംഘനൃത്തവേദിയെ ചടുലമാക്കിയത്. ഒരേ താളത്തിൽ ഒരേ ഭാവത്തിൽ ഒരേ ചുവടുകൾ വെച്ചാടിയ നർത്തകിമാർ സംഘനൃത്തവേദി കീഴടക്കി. വർണ്ണമനോഹരമായ വസ്ത്രങ്ങളും പ്രോപ്പർട്ടികളുമായിരുന്നു സംഘനൃത്തവേദികളിലെ മറ്റൊരു സവിശേഷത. മയിൽപ്പീലിയും പൂക്കാവടിയും തൃശൂലവും വീശറിയും വർണ്ണത്തോരണങ്ങളുമെല്ലാമാണ് അഴകുചൊരിഞ്ഞത്. നാടോടി നൃത്തച്ചുവടുകളും പരമ്പരാഗത നൃത്തരൂപങ്ങളും ഇടകലർന്ന ഫ്യൂഷൻ നൃത്താവിഷ്കാരമായിരുന്നു മിക്ക ടീമുകളും വേദിയിൽ ആവിഷ്കരിച്ചത്. ശിവതാണ്ഡവവും ആദിവാസി നൃത്തച്ചുവടുകളും കരകാട്ടവുമെല്ലാം ഇടകലർന്ന വേഷപ്പകർച്ചയാണ് ആസ്വാദികരമായത്. എല്ലാ മത്സരവേദികളിലും പ്രധാന ആകർഷണമായി മാറാറുള്ള സംഘനൃത്തച്ചുവടുകൾ സംസ്ഥാന CBSE കലോത്സവ വേദിയിലും ആവർത്തിക്കുകയായിരുന്നു. തിങ്ങി നിറഞ്ഞ കാണികളുടെ ആരവങ്ങളും പ്രോത്സാഹനങ്ങളും ഏറ്റുവാങ്ങിയാണ് സംഘനൃത്തച്ചുവടുകൾ വേദികളിൽ നിന്നും വിടവാങ്ങിയത്. TCV. കലാമേളയുടെ പ്രൌഢി വിളംബരം ചെയ്യുന്ന ഇനം കൂടിയായി ബാൻഡ് വാദ്യ മത്സരങ്ങൾ. മുഴങ്ങുന്ന താളത്തിൽ സംഘമായെത്തിയ ബാൻഡ് വാദ്യഘോഷങ്ങൾ ആവേശകരമായ കാഴ്ചയായി. കൌമാരപ്പതിവുകൾ അരങ്ങുവാണ CBSE സംസ്ഥാന കലോത്സവത്തിലെ സ്റ്റേജിതര മത്സരങ്ങളിൽ തിളങ്ങിയതും ആവേശം വാരിവിതറിയതും ബാൻഡുവാദ്യ മത്സരമായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 17 ടീമുകളാണ് വാദ്യവിസ്മയം കാഴ്ചവെച്ചത്. സപ്തസ്വരങ്ങളാൽ സ്വരരാഗ സുധ തീർത്തും പാശ്ചാത്യ സംഗീതധാരപൊഴിച്ചും ഇവർ കണ്ടുനിന്ന കാണികളുടെ മനം നിറച്ചു. ദേശഭക്തി തുളുമ്പുന്ന വന്ദേമാതരം, സാരേ ജഹാം സേ അച്ഛ തുടങ്ങിയ ഗാനങ്ങൾ വായിച്ചും ബാൻഡുവാദ്യത്തിലെ പുതുമകൾ അവതരിപ്പിച്ചും കലാകൌമാരം പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന ബാൻഡുവാദ്യ മത്സരത്തെ ശ്രദ്ധേയമാക്കി. ത്രസിപ്പിക്കുന്ന ഡ്രംസ് സോളോയും ഹൃദ്യമായ സംഗീതധാരയും അവതരിപ്പിച്ചും നയനാനന്ദകരമായ രീതിയിൽ മാർച്ച് പാസ്റ്റ് നടത്തിയും ഇവർ കാഴ്ചയുടെ വിരുന്നൊരുക്കി. ഒടുവിൽ ദേശീയഗാനത്തോടെ 20 മിനിറ്റ് നീണ്ട ബാൻഡുവാദ്യ മത്സരങ്ങൾക്ക് പരിസമാപ്തിയായി. ഏറെ ആസ്വാദകരമായിരുന്നു പാറമേക്കാവ് വിദ്യാമന്ദിറിൽ അരങ്ങേറിയ ബാൻഡുവാദ്യ മത്സരം. കൊട്ടിത്തിമിർത്തും മാർച്ച് പാസ്റ്റ് ചെയ്തും ഇവർ ആസ്വാദകരെ കയ്യിലെടുത്തു. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. ആകാശത്തു നിന്നും തീഗോളം പതിച്ച വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ലാഭത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട സമൂഹത്തിൽ ന്യായത്തിനും നീതിക്കും സ്ഥാനമില്ലാത്തത് സാമൂഹിക വിരുദ്ധരെ ശക്തിപ്പെടുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നാട്ടികയിൽ ഗുണ്ടാസംഘം കൊല ചെയ്ത AIYF പ്രവർത്തകൻ അൻസിലിന്റെ 1ാം ചരമാനുസ്മരണ സമ്മേളനം വാടാനപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രമസമാധാനവും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത സമ്പന്നന്റെ ക്രൂര വിനോദമാണ് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്നും കാനം പറഞ്ഞു. CPI വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായിരുന്നു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജൻ, ഗീതാ ഗോപി MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു.
അൻസിലിന്റെ പിതാവ് ഹംസ ഏരച്ചം വീട്ടിൽ, ചന്ദ്രബോസിന്റെ അമ്മയും ഭാര്യയും എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. നേരത്തെ വാടാനപ്പള്ളി സെന്ററിൽ അൻസിലിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ശ്രീനാരായണപുരം നെൽപ്പിണ്ടിയിൽ ആകാശത്തുനിന്ന് തീഗോളം പതിച്ചു. അത്ഭുത പ്രതിഭാസത്തിൽ നിരവധി വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6ഓടെയായിരുന്നു സംഭവം. അതിവേഗത്തിൽ വന്ന തീഗോളം പതിച്ചിടത്ത് വലിയ കുഴി പ്രത്യക്ഷപ്പെട്ടു. തീഗോളം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി നിലയ്ക്കുകയും വൈദ്യുതോപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. നെൽപ്പിണ്ടി അവണിപ്പുള്ളി പ്രദീപിന്റെ വീട്ടിലെ മുഴുവൻ വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ച നിലയിലാണ്. വീട്ടുമുറ്റത്തെ തെങ്ങ് കത്തിനശിക്കുകയും വീടിന്റെ ജനൽ ചില്ല് തകരുകയും ചെയ്തു. സംഭവ സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന പ്രദീപിന്റെ മകൻ കണ്ണൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. കലോത്സവം മീഡിയ സെന്റർ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. ലോഗോ തയ്യാറാക്കിയ അധ്യാപകൻ സൈമണെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് MA ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. AEO സച്ചിദാനന്ദൻ, SMC ചെയർമാൻ ജയേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കലോത്സവം ജനറൽ കൺവീനർ CM പൊന്നമ്മ, ജോയിന്റ് കൺവീനർ AS പ്രേംസി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 30, ഡിസംബർ 1, 2, 3 തീയതികളിലാണ് കലോത്സവം. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ അനുസ്മരണ സമിതിയുടെ അവാർഡിന് കഥകളി സംഗീതാചാര്യൻ ചേർത്തല തങ്കപ്പ പണിക്കരെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഞായറാഴ്ച ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കലാനിലയം പ്രസിഡന്റ് K. രാജഗോപാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അവാർഡ് ദാനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ VK ലക്ഷ്മണൻ നായർ, കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി, A. അഗ്നിശർമ്മൻ, KV ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ KPCC വിചാർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ ചെയർമാൻ വിജയ് ഹരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിചാർ വിഭാഗ് വടക്കാഞ്ചേരി ബ്ലോക്ക് ചെയർമാൻ TG സജീവ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറിമാരായ രാമചന്ദ്രൻ പള്ളിയിൽ, സിജോ എടപ്പള്ളി, കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിജയ് ഹരിയും TG സജീവും സ്കൂളിലേക്ക് 12,000 രൂപ ധനസഹായമായി നൽകി. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ വാരാഘോഷം സമാപിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സഹകരണ യൂണിയൻ ചെയർമാൻ PK ശിവരാമൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലർ സോണിയ ഗിരി, വർഗീസ് പുത്തനങ്ങാടി, KR വിജയ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO TD അനിതകുമാരി, സ്കൂൾ പ്രധാനാധ്യാപിക KM അനിത, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ AJ ലീന, VHC വിഭാഗം പ്രിൻസിപ്പാൾ PS ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 1 മുതൽ 4 വരെയാണ് കലോത്സവം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പഴവൂർ വാര്യങ്ങാട്ട് ചന്ദ്രശേഖരന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ചന്ദ്രശേഖരൻ വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ അധ്യാപകനായ ചന്ദ്രശേഖരനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, PTA പ്രസിഡന്റ് MA ഉസ്മാൻ, കുന്നംകുളം AEO സച്ചിദാനന്ദൻ, പ്രിൻസിപ്പാൾ CM പൊന്നമ്മ, പ്രധാനാധ്യാപിക MS പ്രേംസി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം നേടിയതിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നഗരസഭാ അധ്യക്ഷൻ NK അക്ബറും വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷും തുറന്ന ജീപ്പിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. MR രാധാകൃഷ്ണൻ, KH സലാം, AH അക്ബർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് MK ജോസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൊടുങ്ങല്ലൂർ താലൂക്ക് തല സമാപന സമ്മേളനം നടന്നു. സമാപന ചടങ്ങിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി സമാപിച്ചു.
TN പ്രതാപൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ടൌൺ സഹകരണ ബാങ്ക് ചെയർമാൻ KG ശിവാനന്ദൻ, കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ, സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ പാട്രിക് കല്ലട ക്ലാസ് എടുത്തു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിൽ സൌഹൃദ ദിനം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ബിനി വിനോദ്, സൌഹൃദ കോർഡിനേറ്റർ ഷാഹിന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടായി. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച NSS ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ PK ശാന്തകുമാരി നിർവഹിച്ചു. വാർഡ് കൌൺസിലർ സുരേഷ് വാര്യർ അധ്യക്ഷനായി. KS ബാബുരാജ്, പ്രധാന അധ്യാപിക ET ശോഭ, PTA പ്രസിഡന്റ് PV ബദറുദ്ദീൻ, പ്രിൻസിപ്പാൾ VS ബീന എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിൽ തൃശൂർ റോഡിൽ 10 കോടിയോളം വിലമതിക്കുന്ന സ്ഥലം വായ്പയുടെ പേരിൽ ഭൂമാഫിയ തട്ടിയെടുത്തതായി ആക്ഷേപം. മധുരഞ്ചേരി വീട്ടിൽ ബിനിയാണ് പരാതിക്കാരൻ. തന്റെ ഭൂമിയുടെ ആധാരം പണയം നൽകി 10 വർഷം മുൻപ് ബിനി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഈ തുക കൊണ്ട് കടങ്ങൾ വീട്ടി. എന്നാൽ പിറ്റേ ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ച് പേപ്പറുകൾ ശരിയല്ലെന്നും പണം തിരിച്ചടയ്ക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. തുടർന്ന് മുൻ നഗരസഭാ ചെയർമാനടക്കം ഇടപെട്ട് ബാങ്കിൽ നിന്ന് 2 ദിവസത്തെ സമയം അനുവദിച്ചു. പിന്നീട് തൃശൂരിലെ ചിട്ടിക്കമ്പനിയിൽ പ്രമാണം മുക്തിയാർ നൽകി 15 ലക്ഷം രൂപ വായ്പയെടുത്തു. ദിവസങ്ങൾക്കുശേഷം 8 ലക്ഷം രൂപ തിരിച്ചടച്ച് നൽകിയെങ്കിലും 50 ലക്ഷം വായ്പയെടുത്തതായി രേഖകൾ കാണിച്ച് ചിട്ടിക്കമ്പനി അധികൃതർ വീടൊഴിയുവാൻ പറയുകയാണെന്നാണ് ബിനിയുടെ പരാതി. 22ാം വാർഷികത്തോടനുബന്ധിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ 2ാമത് ആഴ്ചയിലെ നറുക്കെടുപ്പും ആദ്യ ആഴ്ചയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും തൃശൂരിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്നു. MG റോഡിലെ ശങ്കരയ്യ ജംഗ്ഷനിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ 2ാമതാഴ്ചയിലെ വിജയികളെ നറുക്കെടുത്തു. ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് വിജയിയായ രജീഷ് കൃഷ്ണയ്ക്ക് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് സമ്മാനം നൽകി. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ സുനിത വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ഷോറൂം ഹെഡ് ഹംസ ചുന്നാട്ട്, ഡയറക്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, വിശിഷ്ടാതിഥികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 22ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് 15 കോടി രൂപയുടെ സ്വർണ്ണ കോയിനുകളും സ്വർണ്ണ ബാറുകളുമാണ് സമാനമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 30 വരെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ നിരവധി സ്വർണ്ണ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാത്തിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട രോഗിയുമായി പോകുന്നതിനിടെ ആംബുലൻസ് ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. എറിയാട് പുതുവീട്ടിൽ 51 വയസ്സുള്ള ഷഗീറാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് രോഗിയുമായി പോകുന്നതിനിടെ ചന്തപ്പുരയിൽ വെച്ചായിരുന്നു സംഭവം. കാണിപ്പയ്യൂർ YMCAയുടെ നേതൃത്വത്തിൽ കേരള റീജിയണിന്റെ വജ്രജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. YMCA കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ആഘോഷങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. YMCA ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യുവിനെ ചടങ്ങിൽ അനുമോദിക്കും. CN ജയദേവൻ MP, ബാബു M പാലശ്ശേരി MLA, യൂഹന്നാൻ മാർപോളി, കർപ്പസ് മെത്രാപ്പോലിത്ത തുടങ്ങിയവർ പങ്കെടുക്കും. ഭാരവാഹികളായ TC പ്രസാദ്, CC ജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രമേഹരോഗ വാരാചരണത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം പൂവത്തൂരിൽ നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജെന്നി ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ പുഷ്പരാജ്, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് ശങ്കർ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NK ഖാദർമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ റാലി, ഹോമിയോ അലോപ്പതി വിഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ്, വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്തി ഫുഡ് എക്സ്പോ എന്നിവ നടന്നു. ലോക പൈൽസ് ദിനത്തോടനുബന്ധിച്ച് ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പൈൽസ് ദിനാചരണം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷഹന അധ്യക്ഷയായിരുന്നു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും പരിശോധന ക്യാമ്പും നടത്തി. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂൾ അംഗൻവാടി കുട്ടികളുടെ സംഗമം കിങ്ങിണിക്കൂട്ടം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രജനി ശിവരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര BPO A നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു.
പ്രധാനാധ്യാപിക PK ഖദീജ ബി, ജയശ്രീ കൊച്ചുഗോവിന്ദൻ, TV രാജേഷ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ 5 അംഗൻവാടികളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ കിങ്ങിണിക്കൂട്ടത്തിൽ പങ്കാളികളായി. എരുമ്പുവെട്ടി പാഴിയോട്ടുമുറിയിൽ നാട്ടുകാർ മലമ്പാമ്പിനെ പിടികൂടി. പാമ്പുംപടിക്കൽ രതീഷിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. മലമ്പാമ്പിനെ പിന്നീട് എരുമ്പുപെട്ടി ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച. ഗുരുവായൂർ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ശനിയാഴ്ച. ഏകാദശിക്കായി ഗുരുഭവനപുരി ഒരുങ്ങി. ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CBSE സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ മുന്നിൽ, എറണാകുളം സഹോദയ 2ാം സ്ഥാനത്ത്. മത്സരങ്ങൾ അരങ്ങേറുന്നത് 19 വേദികളിൽ. ഗീതാ ഗോപി MLA കളക്ടറേറ്റിൽ നിൽപ്പു സമരം നടത്തി. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഒളകര ആദിവാസി കോളനിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് സമരക്കാരുമായി കളക്ടർ ചർച്ച നടത്തി. പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കോളനിയിൽ കളക്ടർ സന്ദർശനം നടത്തും. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.